അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ബദർ യുദ്ധത്തിൻ്റെ സമയം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളൊക്കെയും ആവേശത്തോടുകൂടെ ബദറിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വഹാബാക്കളെല്ലാവരും ആവേശത്തോടുകൂടെ ബദറിലേക്ക് വരികയാണ്. ഞാൻ ഉണ്ട് എന്നുള്ള വലിയൊരു ആവേശമായിരുന്നു എല്ലാ സ്വഹാബാക്കൾക്കും. അങ്ങനെ ബഹുമാനപ്പെട്ട ഖൈസം റളിയല്ലാഹു അൻഹുവിനിക്കും അവിടുത്തെ മകനായ സഅദ് റളിയല്ലാഹു അൻഹുവിനിക്കും രണ്ടാൾക്കും ബാപ്പാക്കും മകനിക്കും രണ്ടാൾക്കും ബദറിലേക്ക് പോകണമെന്നുള്ള വല്ലാത്ത താല്പര്യമാണ്. അങ്ങനെ വീട്ടിൽ ഇങ്ങനെ ചർച്ചയാവുകയാണ്, ആരാണ് പോകേണ്ടത് എന്ന്. രണ്ടാളും പോകാൻ സാധിക്കില്ല, കാരണം വീട്ടിൽ ആരെങ്കിലും വേണമല്ലോ. രണ്ടാളും പോയാൽ പറയാൻ പറ്റുകയില്ലല്ലോ പോകുന്നത് യുദ്ധത്തിനാണ്. അങ്ങനെ ബാപ്പയായ ഖൈസം റളിയല്ലാഹു അൻഹു വളരെ ആവേശത്തോടു കൂടെ മകനോട് സമ്മതം ചോദിക്കാണ്, മോനെ നീ ഇവിടെ നിൽക്ക്, ബാപ്പയായ ഞാൻ പോയി വരട്ടെ. അതേ സമയത്ത് മകനായ സഅദ് റളിയല്ലാഹു അൻഹു ബാപ്പനെ സമ്മതിപ്പിക്കുകയാണ്, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി വരട്ടെ എന്ന്. നോക്കണം, എന്തിനാണ് ഇവിടെ പോകുന്നത്? യുദ്ധത്തിനാണ്, ബദർ യുദ്ധത്തിനാണ്. തിരിച്ചു വരുമോ എന്നുള്ള യാതൊരു നിശ്ചയം ഇല്ല. എന്നാലും അവർക്കൊക്കെയും ആ ഈമാനിൻ്റെ ഫവറാണ്. മരണപ്പെട്ടാലും പ്രശ്നമല്ല, സ്വർഗം കിട്ടുമല്ലോ എന്നുള്ള ആ വലിയ ആവേശമായിരുന്നു. ഞാൻ പോകുമെന്നും. അങ്ങനെ അവരുടെ അവസാനം തീരുമാനം കിട്ടിയത്, നറുക്കിടാം, ആർക്കാണോ നറുക്ക് കിട്ടുന്നത് അവർ പോയിക്കോട്ടെ, അവർ പോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു. അങ്ങനെ നറുക്കിട്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിനാണ്, അതായത് മകനായ സഅദ് റളിയല്ലാഹു അൻഹുവിനിക്കാണ് ഊഹം കിട്ടിയത്, പോകാനുള്ള ആ നറുക്ക് വീണത്. അങ്ങനെ സഅദ് ഇനിയിപ്പോൾ തീരുമാനം ആയല്ലോ, സഅദാണ് പോകുന്നത് എന്നും. ഇനി തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. സഅദ് ഒരുങ്ങുകയാണ് യുദ്ധത്തിന് വേണ്ടി. ആ സമയത്ത് അവസാനമായി ബാപ്പ പോയി മകനോട് പറയാണ്, മോനെ നറുക്കിട്ടു, അതൊക്കെ ശരിയാണ്, എനിക്ക് അവസരം നൽകുമോ? നീ പോകണ്ട, ഞാനൊന്ന് പോവട്ടെ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ആവേശമാണ്. അപ്പോൾ ചോദിക്കാണ്, ഞാൻ പോയിക്കോട്ടെ മോനെ, നീ ഇവിടെ നിൽക്ക് എന്ന് അവസാനം മകനോട് യാചിച്ചു ചോദിക്കാണ്, ഞാൻ പോയിക്കോട്ടെ. ആ സമയത്താണ് മകനായ സഅദ് റളിയല്ലാഹു അൻഹു തൻ്റെ വാപ്പയെ നോക്കിക്കൊണ്ട് പറയുന്നു, വാപ്പ, നിങ്ങൾ ഈ ദുനിയാവിൻ്റെ ഏത് കാര്യം ചോദിച്ചിരുന്നുവെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കാമായിരുന്നു. പക്ഷേ ഇത് സ്വർഗത്തിൻ്റെ കാര്യമാണ്, ആഖിറത്തിൻ്റെ കാര്യമാണ്. ഇവിടെ ബാപ്പയെ ഞാൻ സമ്മതിക്കില്ല, ഇതെനിക്ക് തന്നെ വേണം, ഞാൻ തന്നെ പോകുമെന്ന് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു വളരെ ആവേശത്തോടുകൂടെ അവിടെ നിന്ന് പോവുകയാണ്. ഇതിന് നമുക്ക് എത്രമാത്രം പാഠങ്ങളാണ്, ഈമാൻ ഫവർ എത്രമാത്രം ഉണ്ടായിരുന്നെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. പോയത് ദുനിയാവിൻ്റെ ഒരു കാര്യത്തിനൊന്നുമല്ലല്ലോ, തിരിച്ചു വരുമെന്നുള്ള ദുനിയാവ് തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ലേ അവർ പോകുന്നത്. ആ സമയത്ത് നീ പോകൂ എന്നവർ മറ്റൊരാളെ അയക്കുകയല്ല, ഞാൻ പോകുമെന്നുള്ള വലിയ ആവേശമാണ്. കാരണം തിരിച്ചു വന്നാൽ അത് സന്തോഷമാണ്, അവിടെയും വിജയമാണ്. ഇനി പരാജയപ്പെട്ടാലോ, ഇനി ഞാൻ മരണപ്പെട്ടാലോ ഒന്നും പേടിക്കാനില്ല, ഒന്നും എനിക്ക് നഷ്ടപ്പെടാനില്ല. കിട്ടുന്നത് സ്വർഗമാണ്. ഇക്കാലം വരെ നാം ആഗ്രഹിച്ചത് അല്ലാഹുവിൻ്റെ പൊരുത്തമല്ലോ, അത് കിട്ടുന്ന ഒരു വിഷയമാണല്ലോ. ഞാൻ എന്തിന് പേടിക്കണം, ഞാൻ എന്തിന് അതൊന്ന് പിന്മാറണമെന്ന് ചിന്തിച്ച് സ്വഹാബാക്കളൊക്കെ അതിൻ്റെ പിന്നാലെ ഓടുകയാണ്. ഇവിടെയാണ് നമ്മളെ മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് അത്രമാത്രം കഷ്ടപ്പാടുകളൊന്നുമില്ല, പക്ഷേ നമുക്ക് അതൊന്നുമില്ലെങ്കിൽ പോലും ഒരു നിസ്കാരം നിസ്കരിക്കാൻ, അല്ലാഹുവിലേക്കൊന്ന് ചെറിയ നിലക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ
നാം എത്ര പ്രയാസപ്പെടുന്നു, നാം എത്ര ബുദ്ധിമുട്ടുന്നു, നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അവിടെയാണ് നമ്മളുടെ ജീവിതം അവരുടെ ജീവിതം തമ്മിലുള്ള വ്യത്യാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അവൻ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.